ഇപ്പോൾ ഇതിൽ പുറത്തു വന്ന കാര്യങ്ങൾ അത് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇതിലെന്താണ് പ്രതിവിധി, എന്തിലേക്കാണ് സർക്കാർ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺക്ലേവ്, സിനിമാ നയം, ഇതൊക്കെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടി എന്നുള്ളത് വളരെ പ്രധാനം. അതിലെന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നത് സർക്കാർ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള റിപ്പോർട്ട് എന്തിന് 4 വർഷം പൂഴ്ത്തിവെച്ചു എന്നുള്ളതിനും സർക്കാർ മറുപടി പറയേണ്ടതല്ലേ? അനുജ ഏറ്റവും അവസാനം പറഞ്ഞത് തന്നെയാണ് ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം പ്രശ്നങ്ങളുള്ള, അത്രയധികം ഈ ഗുരുതരമായ കണ്ടെത്തലുകളുള്ള ഒരു റിപ്പോർട്ട് അത് 4.5 വർഷം സർക്കാരിൻ്റെ മേശപ്പുറത്ത് അടയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അക്കാര്യത്തിൽ സർക്കാർ ഇനിയെങ്കിലും മറുപടി പറയണം. മാത്രമല്ല, അത്രയും കാലം സർക്കാരിൻ്റെ മേശപ്പുറത്ത് ഇരുന്നിട്ടും ഒരു വിധത്തിലുള്ള നടപടിയും അതുമായി ബന്ധപ്പെട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു സിംഗിൾ സ്റ്റെപ്പ് പോലും അതിനപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതൊക്കെ പോട്ടെ, ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക്, ഈ റിപ്പോർട്ടിൽ പൊതുസമൂഹം തന്നെ ആ വിഷയം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് നടപടി എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്തതായി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിരീക്ഷണങ്ങൾ, അതൊന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്, ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നുള്ളത്. അതിനായുള്ള ശ്രമങ്ങൾ സർക്കാർ ഇനിയെങ്കിലും ആരംഭിക്കുമെന്ന് കരുതാം. മാത്രമല്ല, ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുക, ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരേ സമയം സർക്കാർ പ്രതിനിധികളും സിനിമാ പ്രതിനിധികളും ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് ആ വിഷയത്തിലെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു കോൺക്ലേവ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം സിനിമാ നയമാണ്. അത് ഇന്ന് വരും നാളെ വരുമെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഏറ്റവും ഒടുവിൽ ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി സജി ചെറിയാൻ തന്നെ അടുത്ത മാസം സിനിമാ നയം രൂപീകരിക്കുമെന്ന് പറഞ്ഞതാണ്. അത് ഇതുവരെയും പല കുറി രൂപീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും രൂപീകരിച്ച് കണ്ടിട്ടില്ല. ഇനിയെങ്കിലും അത് രൂപീകരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, അത് ഗുരുതരമായ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാകുന്നു, അതല്ലെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾക്കും ലൈംഗിക ചൂഷണത്തിനും ഇരയാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നവർക്കെതിരെ പട്ടിണിക്കിട്ട് പോലും പീഡനം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മാത്രമല്ല, തൊഴിൽ നിഷേധം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ കോക്കസിനെ എത്രയും വേഗത്തിൽ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യം മുന്നിലുണ്ട്. കാരണം ഇതൊരു വലിയ പവർ ഗ്രൂപ്പ് എന്ന് തന്നെ പറയുന്ന ആ പവർ ഗ്രൂപ്പ് ആരാണ് എന്നതിനപ്പുറത്തേക്ക് ആ പവർ ഗ്രൂപ്പിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാന ചോദ്യമാണ്. കാരണം ഉന്നതങ്ങളിൽ പിടിപാടുള്ള വലിയ, നമ്മൾ തന്നെയൊക്കെ ആരാധിക്കുന്ന പല പ്രമുഖന്മാരും പല വലിയ പേരുകളും അതുമായി ബന്ധപ്പെട്ട പവർ ഗ്രൂപ്പിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതിരിക്കാനുള്ള ഇടപെടലുകൾ, അത് സമാനതകളില്ലാത്ത ഇടപെടലുകളായിരുന്നു കഴിഞ്ഞ 4.5 വർഷം സർക്കാരിന് മേലുൾപ്പെടെ സമ്മർദ്ദമായി ഉണ്ടായിരുന്നത്. അതിനൊടുവിൽ ഏറ്റവും അവസാനം കണ്ട നാടകീയതകളൊക്കെ നമ്മൾ കണ്ടതാണ്. നടി രഞ്ജിനി ഒരു ഹർജിയുമായി പോകുന്നു. പക്ഷേ അത് ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള ഹർജി നടി രഞ്ജിനിയാണ് കോടതിയുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നതെങ്കിലും അത് നടി രഞ്ജിനിയുടെ മാത്രം ബുദ്ധിയല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നടി രഞ്ജിനി ഈ ദിവസവും, ഈ കോടതി പരിഗണിക്കുന്ന ദിവസവും ഒരു സീരിയൽ ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായിരുന്നില്ല. പക്ഷേ അതേസമയം കോടതിയിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ പല വമ്പന്മാരും പല വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ 4.5 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല വിധത്തിലും സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നിട്ടും മാധ്യമപ്രവർത്തകരുടെയൊക്കെ നിരന്തരമായ ഇടപെടൽ മൂലം ആ റിപ്പോർട്ട് വെളിച്ചം കാണുകയാണ്. അപ്പോഴും നിർണായകമായ 66 പേജുകൾ അതുമായി ബന്ധപ്പെട്ടില്ല. അതിൽ ഈ ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ, അവരുടെ സ്വകാര്യത സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ റിപ്പോർട്ടിലെ ഈ 66 പേജുകൾ ഒഴിവാക്കിയത്. പക്ഷേ അതുകൊണ്ട് ഈ വേട്ടക്കാരുടെ പേരുകൾ കൂടി അതിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്, മൊഴികൾ മാത്രമാണ്. അതെല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഈ വേട്ടക്കാരെ പുറത്ത് അറിയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുന്നുണ്ട്. അത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണം. മാത്രമല്ല, ഈ പ്രശ്നക്കാർക്കെതിരായി കേസുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നതുൾപ്പെടെയുള്ള പല നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിലുണ്ട്. ആ നിർദ്ദേശങ്ങളെ സർക്കാർ ഇനി എങ്ങനെ പരിഗണിക്കും, അതല്ലെങ്കിൽ ഏത് നിലയിൽ ആ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ വില കൽപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോഴും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്ന് എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയും. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 233 പേജ് റിപ്പോർട്ടിൽ അത് നമ്മൾ ഇങ്ങനെ മറിച്ചു പോകുമ്പോൾ ആ 233 പേജുകളിലും നിയമലംഘനങ്ങളുടെ, സ്ത്രീവിരുദ്ധതയുടെ, ആണഹങ്കാരത്തിൻ്റെ ഘോഷയാത്രയാണ് ഈ റിപ്പോർട്ടുകളിൽ അത്രയുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് അത് അതിഗുരുതരമായ പ്രശ്നങ്ങളുള്ള, അതിഗുരുതരമായ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മലയാള സിനിമ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നായ മലയാള സിനിമയിലെ ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന
സംഭവിക്കുന്നു എന്നുള്ളത് ഉറപ്പായും അത് വെറുതെ കളയേണ്ടതോ വെറുതെ തള്ളിക്കളയേണ്ടതോ ആയ ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും ഒരു തൊഴിലിടത്തിൽ ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മറ്റേതെങ്കിലും തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്ക് സ്വന്തം രക്ഷകർത്താക്കളുമായി സുരക്ഷയ്ക്ക് വേണ്ടി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക്, ഒരു എഞ്ചിനീയർക്ക്, അതല്ലെങ്കിൽ ഒരു IT പ്രൊഫഷൻ, അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന മറ്റേതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിൽ സ്വന്തം മകളെ അതല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ അങ്ങനെ സുരക്ഷയ്ക്കായി ഈ സ്ത്രീക്കൊപ്പം പോകേണ്ടി വരുന്നത് അതൊരു ഗതികേടാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ഈ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള മോശം പ്രവണതകളൊക്കെ നിലനിന്നിരുന്നു എന്ന് പല കാലങ്ങളിൽ പലരുടെയും ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതൊരു സർക്കാരിന്റെ ഔദ്യോഗിക സ്വഭാവത്തിൽ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ത് എന്നത് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. പക്ഷേ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം കഴിഞ്ഞാണ് അത് വെളിച്ചം കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആണധികാരം അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത്, ലൈംഗിക ചൂഷണം, മദ്യ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നത് എങ്ങനെ, ഒപ്പം നടിമാർക്ക് ഏത് തരത്തിലേക്കാണ് പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ അവസരം ഇല്ലാത്തത്, അവകാശമില്ലാത്തത് എന്നതൊക്കെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി എന്താണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. ആ നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ.